ഉസ്താദുമാരെ, സഹപാഠികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ 1400 വർഷം മുമ്പേ മനുഷ്യരാശിയെ നേർവഴി കാട്ടുവാൻ നിയോഗിക്കപ്പെട്ട ലക്ഷത്തിൽ പരം വന്ന പ്രവാചകരിൽ ഏറ്റവും കൂടുതൽ മഹത്വം നൽകി അല്ലാഹു ഭൂമിലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട ആമിന ബീവിയുടെ പൊന്നുമോൻ സർവമാന അനുഗ്രഹങ്ങളുടെയും സകടകേന്ദ്ര ലോകത്തിന്റെ ഗുരു, വിപ്ലവത്തിന്റെ തീപ്പന്തം, സമാധാനത്തിന്റെ തിരുദൂതറുമായ സയ്യിദിനാ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ജന്മദിനത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ തൗഫീഖ് നൽകിയ അല്ലാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇതിന് അവസരം നൽകിയ എന്റെ ഉസ്താദ്മാർക്കും ഞാൻ നന്ദി പറയുന്നു. റസൂൽ പിറന്ന ആ കാലഘട്ടം, അനീതിയും അനാചാരവും അക്രമവും നിറഞ്ഞ ആ കാലഘട്ടത്തിൽ വെളുത്തവൻ തൊലി കറുത്തവന്റെ മേൽ അടിമയെ പോലെ ആധിപത്യം നേടിയ ആ കാലഘട്ടത്തിൽ പെൺകുട്ടി പിറന്നാൽ അപമാനമാണെന്ന് കരുതി ജീവനോടെ കുഴിച്ചുമൂടിയ ആ കറുത്ത യുഗത്തിൽ പെൺകുട്ടി അപമാനമല്ല, കുടുംബത്തിന്റെ അഭിമാനമാണെന്ന് പറഞ്ഞ് സ്ത്രീകളെ ഉന്നത നിലയിലെത്തിക്കാൻ കഠിന പരിശ്രമം ചെയ്ത റസൂൽ ഈ ലോകത്തോടെ വിളിച്ചു പറഞ്ഞു, ഈ ഭൂമി ലോകത്തെ ജീവിതം വെറും നിശ്ചലമാണ്. എന്റെ ഉമ്മത്തികളുടെ ജീവിത കാലഘട്ടം വെറും 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്. നിങ്ങൾ ഇവിടെ അനീതി കാണിച്ചാലും അക്രമം കാണിച്ചാലും അത് അല്ലാഹുവിന്റെ അടുത്തെത്തുമ്പോൾ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. അത് നാം ചിന്തിക്കുക. അതുകൊണ്ട് അനശ്വരമായ പരലോക ജീവിതം ഗുണകരമാക്കണമെങ്കിൽ നാം എല്ലാവരും നന്മ ചെയ്യുക. അല്ലാഹുവിന്റെ പ്രവാചകനായ റസൂൽ പറയുകയാണ്, ഒരാൾ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ തടസ്സമായി നിൽക്കുന്ന ഒരു കമ്പ് കഷ്ണം നീക്കിയാൽ അത് ഈമാനിന്റെ ഭാഗമാണെന്ന് നമ്മെ പഠിപ്പിച്ച റസൂൽ. യതീമിനെ സഹായിച്ചവരും റസൂലും രണ്ട് വിരൽ പോലെ അത്രമാത്രം അടുത്തിരിക്കുമെന്ന് ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. കേവലം 23 വർഷം കൊണ്ട് നബി പറയാത്ത ഒരു കാര്യവും ഖിയാമത്ത് നാൾ വരെ ബാക്കിയില്ല. അതുകൊണ്ട് 21-ാം നൂറ്റാണ്ടിലേക്ക് കടന്നിരുന്ന ശാസ്ത്രലോകവും ചരിത്രകാരന്മാരും ഗവേഷണത്തിനായി ഖുർആനിലേക്കാണ് എത്തി നോക്കുന്നത്. ശാസ്ത്രം അധികമൊന്നും വികസിപ്പിച്ചിട്ടില്ലാത്തതും 6-ാം നൂറ്റാണ്ടിൽ ഈ ഭൂമിയും അതിലുള്ള സർവ്വജനങ്ങളും തകർന്നു തരിപ്പണമാകുമെന്നും ഈ മഹാസമുദ്രത്തിൽ ഒന്നിച്ചു പരസ്പരം ലയിക്കാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഉപ്പുവെള്ളവും ഉപ്പ് ചേരാത്ത നല്ല വെള്ളവുമുണ്ടെന്ന് അന്ന് റസൂൽ പറഞ്ഞപ്പോൾ അതിനെ എതിർത്ത ശാസ്ത്രലോകം ഇപ്പോൾ അത് അംഗീകരിച്ചിരിക്കുന്നു. ശാസ്ത്ര പുരോഗതിയിൽ മുൻപന്തിയിലെത്തിയ ജപ്പാനിൽ സുനാമി തിരമാലകൾ ആഞ്ഞുവീശിയപ്പോൾ അവർക്ക് ഒന്നും ചെയ്യാനാവാതെ നോക്കി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാവരും അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കുക. റസൂൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും അല്ലാഹു നൽകുന്ന ഗുണങ്ങളെക്കുറിച്ചും സുനാമി പോലുള്ള തിരമാലകളെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ കരുതിയിരുന്നു. പക്ഷേ സമയപരിമിതി ഉള്ളത് കൊണ്ടും എന്റെ സഹപാഠികൾക്ക് നിങ്ങളോട് സംസാരിക്കാൻ അവസരം നൽകേണ്ടത് കൊണ്ടും ഞാൻ എന്റെ കൊച്ചു പ്രഭാഷണം നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഈ വേദിയിൽ റസൂലിന്റെ മേൽ നമുക്ക് 3 സ്വലാത്ത് അല്ല. സ്വല്ലല്ലാഹു